ഹെയറിൽ കെയർ കൊടുക്കുന്നതിൽ കൂടുതൽ നമ്മുടെ സ്കാൽപ്പിന് നമ്മൾ കെയർ. ഇത് നമ്മുടെ ഹെയർ നന്നായിട്ട് വളരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക് ടു മൈ ചാനൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഹെയർ കെയർ ചെയ്യേണ്ടത് എന്നുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പ് കെയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഹെയർ നമ്മൾ കെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്കാൽപ്പ് കെയർ ചെയ്യുക. കാര്യം നമ്മുടെ ഈ ഹെയറിന്റെ റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ സ്കാൽപ്പ് വന്നിട്ട് നല്ല രീതിക്ക് കെയർ കൊടുത്താൽ മാത്രമേ നമ്മുടെ ഹെയറിനും അതുപോലെ തന്നെ ഹെയർ നല്ല കരുത്തോടുകൂടി നല്ല തിക്കോടുകൂടി വളരത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന എന്റെ ഹെയർ വെച്ചിട്ട് നിങ്ങൾ അത് നോക്കണ്ട. കാര്യം ഞാൻ എന്റെ മുന്നേ ഉള്ള ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കുക. ഇപ്പൊ ഞാൻ ഹെയർ കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് എന്റെ ഹെയറിന് നീളവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത്. ഇപ്പം ഈ ഇടയായിട്ട് നല്ല രീതിക്ക് ഹെയർ ഫോൾ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് നാളായിട്ട് നമുക്ക് ഉള്ള ഹെയർ ഫോൾ അല്ലാതെ നമുക്കിപ്പോ ഒരു 2-3 മാസത്തിനിടയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹെയർ ഫോൾ കൂടുന്നുണ്ട്, നല്ല രീതിക്ക് മുടി കൊഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കണ്ടിട്ട് കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ്, നോർമൽ ഹെയർ ആണോ, നോർമൽ ആയിട്ടുള്ള ഹെയർ ഫോൾ ആണോ, അതോ നല്ല രീതിക്ക് ഇപ്പൊ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യട്ടെ. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ 2-3 മാസമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു മഞ്ഞും ചൂടും ഭയങ്കര ചൂടും ഒക്കെ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രൈ ആയി പോകുന്നുണ്ട്. അപ്പൊ സ്കാൽപ്പ് കെയർ ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ഡെയിലി ഒരു 5 to 10 മിനിറ്റ്സ് അത്രയും മതി, മാക്സിമം ഒരു 50 മിനിറ്റ്സ്, അതായത് 5 to 50 മിനിറ്റ്സ് ഓർ 5 to 10 മിനിറ്റ്സ് നല്ല രീതിക്ക് നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിക്ക് ഒരു ഓയിൽ മസാജ് കൊടുക്കുക. നല്ല രീതിക്ക് ഒരു മസാജ് കൊടുത്താൽ മാത്രമേ നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുകയുള്ളൂ. അതായത് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഡാൻഡ്രഫ് പോലുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ വരും. ഇതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് നൈറ്റ് നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള താഴത്ത് കമന്റ് ചെയ്യണേ. അതുകൂടാതെ നമ്മുടെ സ്കാൽപ്പില്, അതായത് നമ്മുടെ സ്കാൽപ്പിലുള്ള നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിക്ക് നടക്കാനായിട്ട് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിക്ക് നടക്കുമ്പം, നമ്മുടെ സ്കാൽപ്പിൽ നടക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ ബേബി ഹെയർസ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടും. അപ്പൊ നമ്മുടെ സ്കാൽപ്പ് കെയറിങ് കഴിഞ്ഞു. അടുത്ത നമ്മൾ നമ്മുടെ ഡയറ്റിൽ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഫുഡിൽ ധാരാളം നിങ്ങൾ എന്ത് കഴിക്കുക, ഈ ഇലക്കറികൾ, പച്ചക്കറികൾ നന്നായിട്ട് കഴിക്കുക. അത് കൂടാതെ ഇലക്കറികളുണ്ടല്ലോ, നമ്മുടെ മുരിങ്ങയില, ചീര. ഇപ്പം ഈ ഒരു ടൈം ഇനി അങ്ങോട്ട് ചീരയുടെ സീസൺ ഒക്കെയാണ്. അപ്പം ധാരാളം ചീര കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചീര അങ്ങനെയുള്ള ഇലക്കറികൾ വാങ്ങി കഴിക്കുന്നത് നല്ലതാണ്. മുരിങ്ങയില ബെസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഹെയറിനും ഹെയർ ഗ്രോത്തിന് മുരിങ്ങയില മാസ്കും നല്ലതാണ്, പുറമേക്കും നല്ലതാണ്. ഈ നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കാൽപ്പിലേക്കും ഹെയറിലേക്കും ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഉള്ളിലോട്ടും കൊടുക്കുക. ഉള്ളിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു പെർമനന്റ് ആയിട്ടുള്ളൊരു പെട്ടെന്ന് നമുക്ക് ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും അത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുമ്പം നമുക്കൊരു കുറെ ലോങ് ടൈമിലേക്കുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടും പിന്നീട്. അതുപോലെ തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ് എഗ്ഗ്, നട്ട്സ്, അതുപോലുള്ള കാര്യങ്ങൾ. നട്ട്സ് ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഹെയറിനും ഒക്കെ ഹെയർ ഗ്രോത്തിനൊക്കെ നന്നായിട്ടുള്ളൊരു നല്ല രീതിക്ക് എഫക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് നട്ട്സ് കഴിക്കുന്നത്. പലരും ഒഴിവാക്കി വിടുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക. അതായത് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമ്മുടെ സ്കാൽപ്പും അതുപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോയിട്ട് സ്കാൽപ്പിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ ഹെയറിലോട്ടും അത് ബാധിച്ചിട്ട് നല്ല രീതിക്ക് നമ്മുടെ ഹെയർ ഫ്രിസി ആയി പോയിട്ട് പൊട്ടിപ്പോകാനും മുടി ഇതുപോലെ കൊഴിഞ്ഞു പോകാനും ഒക്കെയുള്ള സിറ്റുവേഷൻസ് കൂടുതലായിരിക്കും. അപ്പൊ അത് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ഹെയർ വളരണം എന്നുള്ള ആൾക്കാരാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ കിട്ടണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ. ഒരു കാര്യം കൂടിയുണ്ട്, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പം അതായത് ഒരു മാസത്തില് നിങ്ങളൊരു 4 പ്രാവശ്യമെങ്കിലും നെല്ലിക്ക കഴിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഒരു നെല്ലിക്കയെങ്കിലും കഴിച്ചാൽ മതി. ആഴ്ച ഒരു നെല്ലിക്ക കഴിക്കാമല്ലോ, ആർക്കായാലും പറ്റൂല്ലേ. നെല്ലിക്ക ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നെല്ലിക്ക വാങ്ങിയിട്ട് തേനില്ലേ, നമ്മുടെ തേനിനകത്ത് ഇട്ട് വെച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ ആ ഒരു മധുരവും കാര്യങ്ങളൊക്കെ കിട്ടും. ചിലർക്ക് അതിന്റെ ഒരു ചവർപ്പും അതൊന്നും ഇഷ്ടമല്ല. അപ്പൊ അത് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നെല്ലിക്ക വാങ്ങിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് അത് ഇതുപോലെ തേനിനകത്ത് ഹണിയുടെ അകത്ത് ഇട്ട് വെച്ചിട്ട് കഴിച്ചാലും മതി കേട്ടോ. അതും നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്താൽ തന്നെ നമ്മുടെ പകുതി ഹെയറിന്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും.
അടുത്തത് വന്നിട്ട് നാച്ചുറൽ ഹെയർ മാസ്ക് ആണ്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ മാസ്ക് നമ്മുടെ ഹെയറിന് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അലോവേറയും നമ്മുടെ കോക്കനട്ട് ഓയിലും ബെസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ അലോവേറയും കോക്കനട്ട് ഓയിലും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഒരേ റേഷ്യോയിൽ എടുത്തിട്ട് അലോവേറയും കോക്കനട്ട് ഓയിലും തമ്മിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ ഹെയറിൽ ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് വിടുക. അത് ഏറ്റവും അടിപൊളി ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഇപ്പം നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിന്റെ ആ ഒരു മഞ്ഞ ഇങ്ങനെ മുറിച്ച് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു മഞ്ഞ എവിടെയെങ്കിലും ഇങ്ങനെ കുത്തി വെച്ചാൽ മതി. അപ്പൊ ആ മഞ്ഞ ഇങ്ങനെ ഒഴുകി പൊക്കോളൂ. ആ ഒരു മഞ്ഞക്കറയുണ്ടല്ലോ അതിങ്ങനെ ഒഴുകി പൊക്കോളൂ. അതിന്റെ ഒരു മഞ്ഞ ചാറില്ലേ അപ്പൊ അത് പോയതിന് ശേഷം എടുത്താൽ മതി. ഇല്ല ഇപ്പൊ നാച്ചുറൽ അലോവേറ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലാതെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെല്ല് കിട്ടുമല്ലോ നമുക്ക് വാങ്ങിക്കാനായിട്ട്. അപ്പൊ അത് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്താലും മതി. കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം വന്നിട്ട് നമ്മുടെ വീട്ടിൽ ആട്ടിയെടുക്കുന്ന ഈ മില്ലിലൊക്കെ ചെന്ന് വാങ്ങിയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ ഈ അലോവേറയും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും തമ്മിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്യുക. അത് ഭയങ്കര ബെസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഹെയറും സ്കാൽപ്പും ഒക്കെ ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാനായിട്ട് അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള മാസ്ക് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അത് വന്നിട്ട് വീക്ക്ലി വൺസ് ചെയ്താൽ മതി. വീക്ക്ലി വൺസ് ഇല്ലാന്നുണ്ടെങ്കിൽ ട്വൈസ്, ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ ട്വൈസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ എഗ്ഗും ഒലിവ് ഓയിലും ഇല്ലേ, എഗ്ഗും ഒലിവ് ഓയിലും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ ഹെയറിലും അതുപോലെ സ്കാൽപ്പിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് നല്ല കരുത്തോട് കൂടിയിട്ട് നല്ല ഉള്ളില് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പെട്ടെന്ന് വലിച്ചാൽ പൊട്ടാത്ത രീതിക്ക് നല്ല അടിപൊളിയായിട്ട് വളരാനും കാര്യത്തിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ഹെയർ കിട്ടാനായിട്ട് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്ക് ആണ്, ഒരു നാച്ചുറൽ മാസ്ക് ആണ് നമ്മുടെ എഗ്ഗും ഒലിവ് ഓയിലും തമ്മിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഉലുവയും തൈരും വന്നിട്ട് ഇതുപോലെ തന്നെ സെയിം റേഷ്യോയിൽ മിക്സ് ചെയ്ത് വെള്ളത്തിലിട്ട് കുതിർത്ത ഉലുവ ഉണ്ടല്ലോ, ആ ഉലുവ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തതിന് ശേഷം അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരക്കുന്ന ടൈമിൽ അതിന്റെ കൂടെ ഇച്ചിരി തൈര് ഒഴിച്ചിട്ട് അരച്ചെടുക്കുകയോ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ സെയിം റേഷ്യോയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഉലുവ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് എന്നിട്ട് കഴുകിയിട്ട് തലേദിവസം വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ തൈരുമായിട്ട് മിക്സ് ചെയ്ത് മീൻസ് അരച്ചതിന് ശേഷം തൈരുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ അതായത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നല്ല രീതിക്ക് നമ്മൾ തേച്ച് കൊടുക്കുന്നത് അടിപൊളിയാണ്. അത് നല്ലൊരു ഹെയർ മാസ്ക് ആണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് നിങ്ങൾ ഹെഡിൽ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും വെച്ചേക്കണം, അങ്ങനെ വിട്ടേക്കണം. അതിനുശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കളയാവുള്ളൂ. അത് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഷാമ്പൂ എന്താണെന്ന് വെച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം. മാക്സിമം വന്നിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും അടിപൊളി കേട്ടോ. താളിയൊക്കെ ഇപ്പൊ വീട്ടിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ താളിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പറ്റാറില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മടിയാണ് ആ കാര്യത്തിൽ. അപ്പൊ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഈ ഒരു ഹെയർ മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഫോള് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ല രീതിക്ക് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നത് നല്ല രീതിക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് നല്ല രീതിക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഹെയർ ഫാൾ നന്നായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ ഹെയർ ഫാൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ചെയ്ത് നോക്കണം. അതായത് പെടല് വേദന, ഷോൾഡർ പെയിൻ, പിന്നെന്താണ് നമ്മുടെ തലവേദന, ഇങ്ങനെയൊക്കെ നന്നായിട്ട് ഈ പറഞ്ഞ ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഉലുവ തൈര് എന്ന സംഭവം സ്കിപ്പ് ചെയ്തേക്ക്, അത് ചെയ്യണ്ട. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങളുടെ ഈ വീഡിയോന്റെ റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് വേണം എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഇത് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് യൂസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള താഴെ കമന്റ് ബോക്സിലൂടെ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ വേണോ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിലൂടെ പറയുക, എന്നാൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ